ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ബഹുത് ദിനോം കെ ബാദ് എന്ന കവിതയുടെ കഴിഞ്ഞ 4 സ്റ്റാൻസകളാണ് പഠിച്ചത്. ഇനി നമ്മൾ 5ാമത്തെ സ്റ്റാൻസയാണ് പഠിക്കുന്നത്. ബഹുത് ദിനോം കെ ബാദ് അബ്കി മൈനെ ജി ഫർ താൽ മഖാന ഖായ ഗന്നെ ചൂസേ ജി ഫർ ബഹുത് ദിനോം കെ बाद कवि हम बहुत दिनों के बाद अपने गाँव में आते हैं और गाँव में आकर जीवन को जी भर का अनुभव किया है. और आगे कवि कहते വീണ്ടും കവി പറയുകയാണ്, എന്താ പറയുന്നത്, മൈംനെ ജീവ് ഫർ താൽ മഖാന എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. കൈ തരക്ക് ബീമാരിയും ഗലിയെ ഔഷധിക്ക് രൂപയും ഇസ്തേമാൽ കിയാ ഹെ. ഇതിനെ കോകിലക്ഷ എന്നാണ് മലയാളത്തിലെ പേരെന്ന് പറയുന്നത്. മറാഠിയിലും ഹിന്ദിയിലും ഒക്കെയാണ് താൽ മഖാന എന്ന് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ചെറിയ മുള്ളുകളും രോമങ്ങളോടും കൂടിയ ഭാഗങ്ങളുള്ള 3 മുതൽ 5 അടി വരെ ഉയരമുള്ള കരിമ്പിനോട് സാദൃശ്യമുള്ള ഒരു ചെടിയാണ്. അതാണ് താൽ മഖാന. ഇതിൻ്റെ കുരു കറുത്ത നിറത്തിലുള്ള കുരുവാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂവിൻ്റെ നിറം പർപ്പിളാണ്. ഈ കുരു ഒരുപാട് ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് താൽ മഖാന എന്ന് പറയുന്നത്. താൽ മഖാന കായ ബഹുത് ദിനോം കെ ബാദ് ഒരുപാട് ദിനങ്ങൾക്ക് ശേഷം എത്തിയ കവി ഗാവുമേം താൽ മഖാന കായ താൽ മഖാന കഴിച്ചു. ഔർ ഗന്നെ ചൂസേ ജി ഫർ. ഗന്ന എന്ന് വെച്ചാൽ ഈക്ക് കരിമ്പെന്നാണ്. ചൂസേ എന്ന് വെച്ചാൽ ചൂസ്ന ചുണ്ടുകൾ കൊണ്ട് വലിച്ചു കുടിക്കുന്നതിനെയാണ് ചൂസ്ന. ജി ഫർ ഹൃദയം നിറഞ്ഞ് തൃപ്തിയോടെ എന്ത് ചെയ്ത് കുടിച്ചു. ഔർ കവി ആകെ കവിത ഹേ കി ഗാവുമേ ബഹുത് ദിനോം കെ ബാദ് ആയേ കവി ഗന്നെ കെ രസ് ചൂസേ. എന്താ കവി പറയുന്നത്? ബഹുത് ദിനോം കെ ബാദ് അബ്കി മൈംനെ ജീവ് ഫർ ഭോഗേ ഗന്ധ് രൂപ് രസ് ശബ്ദ് സ്പർശ് സബ് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ ബഹുത് ദിനോം കെ ബാദ്. അപ്പം എന്താ കവി പറഞ്ഞു നോക്കിയേ? ബഹുത് ദിനോം കെ ബാദ് അബ്കി മൈംനെ ജീവ് ഫർ ഭോഗേ. ഭോഗേ എന്ന് വെച്ചാൽ ഭോഗിന അനുഭവകർണ അനുഭവിച്ചറിയുക എന്നതാണ്. ജീവ് ഫർ ഭോഗേ തൃപ്തിയോടെ അനുഭവിച്ചറിഞ്ഞു. എന്തൊക്കെയാണ് അനുഭവിച്ചറിഞ്ഞത്? ഗന്ധ് ഉസ് ഗാവ് കാ ഗന്ധ്, ഗാവ് കാ രൂപ്, രസ്, ശബ്ദ്, സ്പർശ്, സബ് ഇതെല്ലാം ഭർഭൂർ നിറയെ എന്ത് ചെയ്ത് മഹസൂസ് കിയാ ഹേ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഭൂ എന്ന് വെച്ചാൽ ധർത്തി ഭൂമി എന്നാണ് അർത്ഥം. ഉസ് ഗാവുമേം ബഹുത് ദിനോം കെ ബാദ് ആയേ കവി നാഗാർജുൻ जी सबको सभी को भरपूर महसूस किया है.